الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واضرب لهم مثلا الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കുക എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയും അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, യൗമുൽ ജുമുഅയിൽ നിന്റെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങൾ ഇത് ഒരുമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിന്റെ പ്രാർത്ഥനയും സ്വതുപയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പോലും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, 3-4 ആഴ്ചയായി ഈ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനെ ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായി. ഒന്നില്ലെങ്കിൽ 2ാം സഫിൽ ആ മതിലിനോട് ചാരി അദ്ദേഹം ഇരിക്കും, അല്ലെങ്കിൽ ഈ സൈഡിൽ അവിടെ 2ാം സഫിൽ അദ്ദേഹം ഉണ്ടാകും. ഞാൻ എപ്പോഴും ഈ ഇദ്ദേഹം എവിടെ പോയി എന്ന് മനസ്സിൽ ഇങ്ങനെ പഠിച്ചത് അദ്ദേഹത്തിന് കാണിച്ചതിനെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നാണ് അറിയുന്നത് അദ്ദേഹം അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അദ്ദേഹം ആലുവക്കാരനാണ്. ഒരു ബഷീർ എന്ന പറ്റിയാണ് ആ സഹോദരന്റെ പേര്. ജവഹർ നഗറിൽ ഹോട്ടൽ നടത്തുകയായി. അദ്ദേഹം അതിനിടയ്ക്ക് ജുമുഅ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് സഫിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി വരും. സെക്കൻഡ് സഫ് അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. പക്ഷെ 4 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹുവേ, പഠിച്ചവനെ എത്രയോ വർഷമായി അദ്ദേഹം ഈ
വേണ്ടി പള്ളിയിൽ വരും. പക്ഷെ അദ്ദേഹം മരണപ്പെട്ട വിവരവും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാൻ. അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നീ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകണം റഹ്മാനെ. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന് അദ്ദേഹക്കാൾ നല്ല ശക്തരായ മക്കളെ നൽകി, ആ മക്കൾക്ക് നല്ല പരിപൂർണമായ ത്വാഖത്ത് നൽകി ആ കുടുംബത്തെയും ആ മാതാപിതാക്കളെയും സംരക്ഷിക്കുവാനുള്ള, ആ വയസ്സായ മാതാപിതാക്കളോട് അവരെയും സംരക്ഷിക്കുവാനുള്ള ത്വാഖത്ത് അദ്ദേഹത്തിന്റെ മക്കൾക്ക് നൽകി നീ അനുഗ്രഹിക്കുമാറാകണം. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ വെള്ളിയാഴ്ച ഓതാൻ കൽപ്പിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ അൽ-കഹ്ഫ്. പല പല ചരിത്രങ്ങളും പറയുന്ന ഒരു സൂറത്താണ്. ഇപ്പോൾ പുതിയ സംഭവ വികാസത്തിൽ ഈ ഒരു സംഭവം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ അത് വല്ലാതെ വന്ന് കൊള്ളും എന്നുള്ള കാര്യം യാഥാർത്ഥ്യം. അള്ളാഹു പറയുന്നു, അവർക്ക് പ്രവാചകരെ രണ്ട് ആൾക്കാരുടെ ഉപമ ഒന്ന് പറഞ്ഞു. ഉദാഹരണം, ആ രണ്ടാൾക്കാരിൽ ഒരാൾക്ക് രണ്ട് മനോഹരമായ തോട്ടങ്ങൾ അല്ലാഹുവായ ഞാൻ നൽകി. എന്തിന്റെ തോട്ടങ്ങളാണ്? മിൻ അഅ്നാബിൻ, മുന്തിരിയുടെ തോട്ടം. വിശാലമായ മുന്തിരി തോട്ടങ്ങൾ രണ്ടെണ്ണം. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, തീർന്നില്ല. ആ മുന്തിരിത്തോട്ടത്തെ വലയം ചെയ്തുകൊണ്ട് ഏക്കർ കണക്കിനുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിനെ വലയം ചെയ്തുകൊണ്ട് വേലി പോലെ വിശാലമായ ഈത്തപ്പനത്തോട്ടങ്ങളും ഞാൻ നൽകി. ചുറ്റും നഖൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനാണ്. ആ വേലി കെട്ടണ പോലെ തന്നെ ഈ മുന്തിരിത്തോട്ടങ്ങൾക്ക് ചുറ്റും വളർത്തി വലുതാക്കിയ ഈത്തപ്പനയും നൽകി. തീർന്നില്ല. ഈ മുന്തിരിയുടെ പടർപ്പു ഭാഗം വരാത്ത ഭാഗം, ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾക്കൊക്കെ ധാന്യ കൃഷി ചെയ്യാനുള്ള സംവിധാനം നൽകി. അതിൽ യഥേഷ്ടം ധാന്യവും വളരുന്നു. വിശാലമായ മുന്തിരിത്തോട്ടം, ആ മുന്തിരിത്തോട്ടത്തിൽ ഇടക്ക് വിശാലമായ ധാന്യത്തോട്ടം, ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ഈത്തപ്പനകൾ, കുലകൾ വിരിഞ്ഞു കിടക്കുന്ന ഈത്തപ്പന മരം. ഇതൊരാൾക്ക് നൽകി. രണ്ടുപേരാണ്, അതിൽ ഒരാൾക്ക് ഞാൻ നൽകി. ഈ രണ്ട് തോട്ടങ്ങളും അദ്ദേഹത്തിന് യഥേഷ്ടം ഫലം നൽകിക്കൊണ്ടിരുന്നു. ഇഷ്ടം പോലെ മുന്തിരി, ഇഷ്ടം പോലെ അതുപോലെ ഈത്തപ്പഴം, മറ്റു ധാന്യം യഥേഷ്ടം നൽകിക്കൊണ്ടിരുന്നു. വലം അതിൽ യാതൊരു കുറവും അല്ലാഹു വരുത്തിയില്ല. എല്ലാത്തിനും ഇഷ്ടം പോലെ ഫലം കഴിക്കുന്ന ഒരവസ്ഥ. തീർന്നില്ല. ഈ വിശാലമായ തോട്ടത്തിനിടക്കുകൂടെ, രണ്ട് തോട്ടങ്ങളാണ്, ആ തോട്ടത്തിനിടക്കുകൂടെ ചാലിയാർ പോലെ, പമ്പ പോലെ മനോഹരമായ ഒരു നദിയും അല്ലാഹു ഒഴുക്കി. ഈ രണ്ട് തോട്ടങ്ങളും ഈ ഒഴുകുന്ന നദിയുടെ രണ്ട് കരകളിലാണ് വിശാലമായ തോട്ടങ്ങൾ. തീർന്നില്ല. അദ്ദേഹത്തിന് അതുകൂടാതെയും പല സ്ഥലങ്ങളിലും ധാരാളം വരുമാന മാർഗങ്ങളുള്ള തോട്ടങ്ങളുള്ളയാളാണ്. രണ്ട് കൂട്ടുകാരുടെ കഥയാണ്. അതിൽ ആ സമ്പന്നനായ, ഈ യഥേഷ്ടം സമ്പത്തുള്ളയാൾ ആ പാവപ്പെട്ടയാളോട് പറഞ്ഞു. കൂട്ടുകാരൻ പാവപ്പെട്ടവൻ, അവനതൊന്നുമില്ല, സാധുവാണ്. സംഭാഷണത്തിനിടയ്ക്ക്, ഹിവാർ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ, സംഭാഷണം, സംവാദം, അതിനൊക്കെ ഹിവാർ എന്നാണ് അറബി പറയുന്നത്. സംഭാഷണത്തിനിടയ്ക്ക് ഈ മുതലാളിയായ സമ്പന്നനായ ആൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സാധുവിനോട് പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ വലിയ സമ്പന്നനാണോ? മാലൻ, നിന്നേക്കാൾ വലിയ സമ്പന്നനാണ് ഞാൻ. ഇഷ്ടം പോലെ സംഘബലം എനിക്കുണ്ട്, നല്ല ആൺമക്കൾ, കരുത്തരായ ആൺമക്കൾ.
അവരുടെ സംഘബലമുണ്ട്. ഈ തോട്ടത്തിൽ പണി ചെയ്യുന്ന ധാരാളം തൊഴിലാളികൾ, അവരുടെ സംഘബലവും എനിക്കുണ്ട്. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അത് കൂട്ടുകാരനോട് പറയും. അങ്ങനെ അയാൾ അയാളുടെ തോട്ടത്തിൽ പ്രവേശിച്ചു. സ്വന്തം മനസ്സിനോട് അക്രമം ചെയ്തുകൊണ്ടാണ്. മനസ്സിൽ ഭയങ്കര കിബർ, ഒക്കെ ഇങ്ങോട്ട് ദേഷ്യം കിട്ടിയല്ലേ, ഇനി തീരാത്ത പണം ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹം ആ ഗർവോടുകൂടി അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ആ തോട്ടത്തിനിടയ്ക്ക് നിന്ന് അദ്ദേഹം പറഞ്ഞു, ഈ തോട്ടം ഇനി ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല എന്ന് പറയും. തോട്ടത്തിനിടെ ഈ തോട്ടം ഇനി ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. അത്ര ഗെറ്റപ്പോടു കൂടിയാണ് ഈ തോട്ടം വളർന്നു നിൽക്കുന്നത്. ഇഷ്ടം പോലെ വെള്ളം, ഇഷ്ടം പോലെ വളം, ഇഷ്ടം പോലെ ധാന്യം, ഫലവർഗ്ഗങ്ങൾ എല്ലാം ഇത് നശിക്കാൻ പോകുന്നില്ല. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഈ ജനങ്ങൾ പറയുന്ന ഒരു അന്ത്യസമയമുണ്ടല്ലോ, അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു അന്ത്യസമയം ഈ ലോകത്തിനുണ്ട് എന്ന് ഞാനൊന്നും വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടായെന്ന് വിചാരിക്കുക. ഈ ലോകത്തിനൊരു അന്ത്യസമയം ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെട്ടാൽ ഇതിനേക്കാൾ മെച്ചമായ ഒരു മടക്കസ്ഥാനത്തായിരിക്കും ഞാൻ ചെന്നുപെടുക. ഈ മനുഷ്യൻ പറയും, ഞാനിനി അങ്ങോട്ട് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നാൽ ഇതിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥലത്തായിരിക്കും ഞാൻ മടങ്ങിച്ചേരുക. അപ്പൊ പാവപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു, സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ തന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൽ നീ അവിശ്വസിക്കുകയാണോ? നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിനെ നീ കുഫ്രായിരിക്കുകയാണോ, അവിശ്വസിച്ചിരിക്കുകയാണോ, കാഫിറായി മാറുകയാണോ? മണ്ണിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ച അള്ളാഹു പിന്നീടുള്ള മനുഷ്യവർഗത്തെ മുഴുവൻ സൃഷ്ടിച്ചത് നുത്ഫത്തിൽ നിന്നാണ്. എന്താ നുത്ഫത്ത്? പുരുഷന്റെ ബീജകണത്തിനാണ് നുത്ഫത്ത് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ബീജകണമുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ബീജം പുറത്തു വന്നാൽ മാത്രമേ അതിൽ നിന്നും ഒരു കണം സ്ത്രീയുടെ അണ്ടമായി യോജിച്ച് കുഞ്ഞായി മാറുകയുള്ളൂ. ആ വരുന്ന ബീജഗണത്തിന്റെ അളവ് കുറവാണ് എങ്കിൽ മക്കളുണ്ടാകില്ല. എത്രയോ ലക്ഷക്കണക്കിന് ബീജഗണത്തിന്റെ കണം പറയുന്നത്. ഒരു തവണ നമ്മിൽ നിന്നും വികാരത്തിലൂടെ പുറത്തു വരുന്നത് ലക്ഷക്കണക്കിന് കണങ്ങളാണ്. അതിലൊരു കണം മാത്രമാണ് കുഞ്ഞായി മാറുന്നത്. ഈ മനുഷ്യൻ ഇയാളോട് ചോദിച്ചു, മണ്ണിൽ നിന്നും പടച്ചവൻ സൃഷ്ടിച്ചു മനുഷ്യനെ, അതിനുശേഷം പിതാവിന്റെ ബീജഗണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ആ രക്ഷിതാവിനെയാണോ നീ അവിശ്വസിക്കുന്നത്? എന്നിട്ട് നിന്നെ നല്ല പരിപൂർണ മനുഷ്യനായി സംവിധാനിച്ചതിന്റെ രക്ഷിതാവിനെയാണോ നീ അവിശ്വസിക്കുന്നത്? ലാക്കിന്ന, അവിടെ ചില ആൾക്കാർ നീട്ടി പോകും. ലാക്കിന്ന കാണുമ്പോൾ നീട്ടി പോകാൻ സാധ്യതയുണ്ട്, ഒരാൾ അരിപ്പറ പോകും. പക്ഷെ അവിടെ നീട്ടി പോകേണ്ട കാര്യമില്ല. ലാക്കിന്ന എന്നാൽ എന്റെ നിലപാട്, ആ സാധുവായ കൂട്ടുകാരൻ പറയുക, എന്നാൽ എന്റെ നിലപാട് എന്റെ റബ്ബ് ആരാണ്? അല്ലാഹ്. ഞാൻ എന്റെ റബ്ബിൽ പങ്കു ചേർക്കില്ല ഒരു കാരണവശാലും. നിനക്ക് നിന്റെ റബ്ബിൽ വിശ്വാസമില്ല, പരലോകത്തിൽ വിശ്വാസമില്ല, നിന്റെ മനസ്സിൽ ഗർവവും അഹങ്കാരവും താർഷ്ട്യവും ഉടലെടുത്തിരിക്കുക, യഥേഷ്ടം സമ്പത്ത് കിട്ടിയതിന്റെ പൊങ്ങച്ചം നിന്നിൽ വന്നിരിക്കുക. പക്ഷെ എന്റെ റബ്ബിൽ ഞാൻ പങ്കു ചേർക്കില്ല. എനിക്ക് എന്റെ റബ്ബിനെ പേടിയാണ്. നീ നിന്റെ ഈ മനോഹരമായ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ പറഞ്ഞുകൂടായിരുന്നു, മാഷാ അല്ലാഹ്, ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. നമ്മളോട് ഉദ്ദേശിച്ചത് പടച്ചവൻ നമുക്ക് ഒരു വീട് നൽകുമ്പോൾ, ഒരു വാഹനം നൽകുമ്പോൾ, നല്ല സന്താനങ്ങളെ നൽകുമ്പോൾ, സ്വഭാവശുദ്ധിയുള്ള ഭാര്യയെ നൽകുമ്പോൾ അപ്പോഴേക്കും പറയേണ്ട വാചകമാണിത്, മാഷാ. ആരെങ്കിലും പറയുന്നുണ്ടോ? മാഷാ അല്ലാഹ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്ത് നല്ല വർത്തമാനം കേട്ടാലും, എന്ത് പരീക്ഷണങ്ങളിൽ കേട്ടാലും പറയേണ്ട ആദ്യത്തെ വാചകം ഏതാണ്? മാഷാ അല്ലാഹ്.
പിന്നെ രാജ്യവും പരീക്ഷണങ്ങളൊക്കെ ആകുമ്പോൾ ആപത്തുകളൊക്കെ ആകും. എന്ത് കണ്ടാലും മാഷാ അല്ലാഹ് ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ജനിച്ചെന്ന് നേഴ്സോന്ന് പറഞ്ഞു, കുട്ടിയില്ല, അൽഹംദുലില്ലാഹ്. ആ കുട്ടിയെ തുണിയിൽ പൊതിഞ്ഞ് ഉടനെ തന്നെ കയ്യിലേക്ക് വെച്ച് മാഷാ അല്ലാഹ്. ആദ്യം പറയേണ്ട വാചകം പോലെ മാഷാ അല്ലാഹ് പറയാറുണ്ടോ? അങ്ങനെ ഓരോ സൗഭാഗ്യങ്ങളും നമ്മെ തേടി വരുമ്പോൾ നമ്മൾ മാഷാ അല്ലാഹ് എന്ന് പറയണം. ഈ മനുഷ്യന് ചിലപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്താ നിനക്ക് ആ തോട്ടത്തിൽ നിന്നും പറഞ്ഞത്? ഒരിക്കലും നശിക്കില്ല എന്നല്ലേ പറഞ്ഞത്? നീ അന്ത്യദിനം ഉണ്ടാകില്ല എന്നല്ലേ പറഞ്ഞത്? നിനക്ക് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, യാതൊരു ശക്തിയും അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും ഇല്ല എന്നും കൂടെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദാ, നീ ഞാൻ സാധുവായ എന്നെ സമ്പത്തില്ലാത്തവനായും സംഘബലം മക്കളില്ലാത്തവനായും കാണുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, എനിക്കധികം മക്കളില്ല, അധികം സമ്പത്തില്ല, നിന്റെ കയ്യിൽ യഥേഷ്ടമുണ്ട്, നമ്മൾ വർഷങ്ങളായ കൂട്ടുകാരാണ്, പരിചയക്കാരാണ്, ഓക്കെ. പക്ഷെ നിന്നിൽ നിന്നൊന്ന വാക്കുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് എനിക്ക് പറയാൻ കഴിയില്ല. നിനക്ക് മാഷാ എന്ന് പറഞ്ഞ് പറയാമായിരുന്നു, പക്ഷെ നീ പറഞ്ഞില്ല. അതിന് പകരം പറഞ്ഞതെല്ലാം അഹങ്കാരത്തിന്റെ വാക്കാണ്. എനിക്ക് സമ്പത്തില്ല എന്നും എനിക്ക് മക്കളില്ല, സംഘബലമില്ല എന്നും നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നീ അറിയണം, നിന്റെ തോട്ടത്തെക്കാൾ മനോഹരമായ തോട്ടം എന്റെ റബ്ബിനിക്ക് നൽകിയേക്കാം. നിന്റെ തോട്ടത്തിലേക്ക് ആകാശത്തിൽ നിന്നും അല്ലാഹു ശിക്ഷ ഇറക്കിയേക്കാം. അങ്ങനെ ആ തോട്ടം ഉപയോഗശൂന്യമായ ഒരു കൃഷിയും വളരാത്ത വെറും ചതുപ്പായി അല്ലാഹു മാറ്റിയേക്കാം. നിന്റെ തോട്ടം, ഈ പറയുന്ന തോട്ടമല്ലോ, അത് വെറും ചതുപ്പായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. അല്ലെങ്കിൽ അതിന്റെ ഇടയിലൂടെ ഒരു മനോഹരമായ നദി ഒഴുകുന്നുണ്ടല്ലോ, ആ നദിയുടെ അവസ്ഥ ആ വെള്ളം മുഴുവനും വറ്റിപ്പോയേക്കാം, വരണ്ടു പോയേക്കാം. ഒരിക്കലും തേടി കണ്ടുപിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ അല്ലാഹു ആ വെള്ളത്തെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞേക്കാം. ഇത് നിനക്ക് ഇവിടെ കിട്ടുന്നത്. ഇതൊക്കെ കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ ഇയാളും കേൾക്കാൻ തയ്യാറില്ല. പോടാ, ലാവർ മൈൻഡ. ഇത് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോഴും ചില ആൾക്കാരെ മനസ്സിന് ഇതങ്ങോട്ട് കൊള്ളും, ചില ആൾക്കാർ വരുമ്പോലെ പറ്റേ അപ്പൊ കാണാം. അങ്ങനെ സംസാരത്തിനിടയ്ക്ക് ആ വിശാലമായ തോട്ടത്തിൽ ശിക്ഷ വന്നിറങ്ങി, ഭയങ്കരമായ ശിക്ഷ വന്ന് ഇറങ്ങി, ശിക്ഷ വലയം ചെയ്തു. ശിക്ഷ വന്നങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വിശാലമായ മുന്തിരിത്തോട്ടം, വിശാലമായ ഈത്തപ്പന, വിശാലമായ മറ്റു ഫലവർഗ്ഗങ്ങൾ എല്ലാം നശിച്ച് ആ മുന്തിരിത്തോട്ടം പന്തലടക്കം താഴെ വീണ് കഴിഞ്ഞപ്പോൾ അതിൽ ചിലവഴിച്ച് സമയം ഓർത്ത് ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ സങ്കടപ്പെടുകയാണ്, കൈമലർത്തുകയാണ്. പടച്ചവനെ എന്ത് ചെയ്യും? എല്ലാം നശിച്ചല്ലോ, ഒന്നും ബാക്കിയായില്ലല്ലോ, എല്ലാം നശിച്ചു പോയല്ലോ. പന്തലടക്കം താഴെ വീണല്ലോ പടച്ചവനെ. അർശ് പറഞ്ഞ പന്തൽ, അള്ളാന്റെ അർശ് അതിന്റെ എങ്ങനെയാണെന്ന് നമുക്കൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന് ഒരു അർശുണ്ട്, അള്ളാഹുവിന് ഒരു സിംഹാസനമുണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് കൈഫിയത്ത് നമുക്കറിയില്ല. ഇവിടെ ഈ അർശ് ഉപയോഗിച്ചതോ ഈ മുന്തിരിത്തോട്ടം വളരാൻ വിശാലമായി കിട്ടിയ പന്തലിനാണ് ഇവിടെ അർശ് എന്നുള്ള ഉപയോഗിച്ചത്. അങ്ങനെ പന്തലടക്കം താഴത്തോട്ട് വീണു. ആ വീണ് കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നമ്മളൊക്കെ പറയും ഇപ്പോൾ ആ വയനാടുകാരൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് വന്ന് വീട് താമസത്തിൽ ഒരാഴ്ച എല്ലാം കെട്ടി മനോഹരമാക്കി കയറാൻ ഒരാഴ്ചയുള്ളപ്പോഴാണ് അവിടെ ഒരു സാധനം ബാക്കിയാകാതെ ആ വീട്. ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി അതിന്റെ മാതാപിതാക്കൾ 4.5 ലക്ഷവും 15 പവനും കരുതി വെച്ചു. ആ വീടും ആ സ്ഥലവും അതും എല്ലാം ഒന്നും വീട് നിങ്ങൾക്ക് അങ്ങനെ വീടൊന്നും തോന്നും. ഇനി അവരെ വീട് വെക്കാൻ പറ്റുമോ? പറ്റാത്ത രൂപത്തിലാക്കുക. എന്തെല്ലാം സംഭവങ്ങളായിരുന്നു.
ചുറ്റും മനോഹരമായ മല, ചുറ്റും ആ മനോഹരമായ മഴവെള്ളം വീട് കഴിയുമ്പോൾ അവിടെ നിന്ന് നല്ല വളക്കൂറുള്ള മണ്ണ് ഒലിച്ചിറങ്ങി ഈ ചാലിയാർ പുഴയുടെ കൈവഴിയിലൂടെ ഈ ഇരുകരകളെയും നനച്ച് മനോഹരമായ കൃഷിയിടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, കപ്പ കൃഷി, വിശാലം, സമ്പൽ സമൃദ്ധി യഥേഷ്ടം എത്തിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ സ്കൂള്, മനോഹരമായ മദ്രസ, മനോഹരമായ പള്ളി നിമിഷം കൊണ്ട് തുറച്ചു മാറ്റിയില്ല. നിമിഷം കൊണ്ട് ഈ കഥയാണെന്ന് വെള്ളിയാഴ്ച ഓതാനുള്ള നമ്മളോട് പറഞ്ഞു സൂറത്തിൽ തോളൻ. ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ഈ സംഭവങ്ങളൊക്കെ വരണം. ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുക. ഇപ്പൊ ഓർമ്മിപ്പിച്ചു, വയനാട് ഓർമ്മിപ്പിച്ചു, കവളപ്പാറ ഓർമ്മിപ്പിച്ചു, എത്ര സംഭവങ്ങൾ ഓർമ്മിച്ചു ഉണ്ടാവും. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. മറക്കരുത് എന്ന് ഓർത്തിട്ടാണ് അള്ളാഹു വെള്ളിയാഴ്ച തോന്നാൻ പറഞ്ഞത്. എത്ര പേര് ഓതുന്നുണ്ട് സഹോദരങ്ങളെ. എന്നിട്ട് ആ മനുഷ്യൻ നിന്ന് കരഞ്ഞു പറയുകയാണ്, എന്റെ റബ്ബിൽ ആരെയും ഞാൻ പങ്കു ചേർത്തില്ലായിരുന്നു. എത്ര നന്നായിരുന്നു. ഞാൻ എന്റെ റബ്ബിനെ മനസ്സിലാക്കിയില്ല, അവന്റെ ജ്ഞാനത്തിനെ മനസ്സിലാക്കിയില്ല, അവന്റെ കാരുണ്യത്തെ മനസ്സിലാക്കിയില്ല. എന്റെ തല മുഴുവനും അഹങ്കാരമായിരുന്നു. ഈ സമ്പത്തിന്റെ ഇഷ്ടം വന്നു ചേർന്നപ്പോൾ ഞാനാണ് ഈ നാട്ടിലെ രാജാവെന്ന് ഞാൻ അറിയാൻ വിചാരിച്ചു. ആ സമ്പത്തുള്ള തുടച്ചു നീക്കിയിരുന്നു. തോട്ടത്തിനിടക്ക് അവസാനം ഉണ്ടായത് ആ മനുഷ്യൻ സാധുവായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഈ തോട്ടത്തെ അല്ലാഹു ഒന്നും വളരാത്ത വെറും ചതുപ്പാക്കി അതുമാതിരി ആയിപ്പോയി. എന്നിട്ട് ആ മനുഷ്യൻ നിന്ന് കരയുന്ന കരച്ചിലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലം തകുല്ലഹു ഫിഅത്തുൻ യൻസൂനഹു മിൻ ദൂനിക. അല്ലാഹുവെ കൂടാതെ അവനെ സഹായിക്കാൻ അവിടെ ആരുമില്ല. എത്ര മനുഷ്യരാണ് മടവുറവിയെ സഹായിക്കുന്നത്. വച്ചതിന് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുക, ഞങ്ങളുടെ വലിയ മടവുറവിയാണ്, ഞങ്ങളുടെ സഹായി മടവുറവിയാണ്. ആര് വന്നു സഹായിക്കാം? ആര് വന്നു സഹോദരൻ? എത്രയോ മനുഷ്യർ മണ്ണിലടി കിടക്കണം അല്ലേ? 158 പേരെ കിട്ടിയില്ല. 128 എന്നുള്ള ഗവൺമെന്റ് കണക്ക് പറയുന്നു. പക്ഷെ 158 കിട്ടിയിട്ടില്ല. എവിടെ പോയി ആ മനുഷ്യൻ? ഈ സമ്പത്തല്ല എവിടെ പോയി? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള സൂറത്തൊക്കെ ഓതുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരണം, റബ്ബ് ഇതൊക്കെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. റബ്ബിലേക്ക് മടങ്ങാൻ സമയമായി. ചെറുപ്പക്കാരെ, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കൂടുന്ന പള്ളിയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി. ധിക്കാരവും അഹങ്കാരവും മാറ്റിവെക്കുക, റബ്ബിലേക്ക് മടങ്ങുക. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അല്ലാഹു പിടിച്ചെടുക്കും, ഉറപ്പാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങി റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ഉപദേശിക്കുകയാണ്. ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. അഅറാഫ് സൂറത്തിലെ 188-ാമത്തെ ആയത്ത്. ഇവിടെയും മാഷാ അല്ലാഹ് അള്ളാന്റെ പ്രവാചകനോട് അല്ലാഹു പറയാൻ കൽപ്പിക്കുക. ഖുൽ, നബിയെ പറയുക, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. നബിയെ പറയുക, എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ എന്റെ അധീനത്തിൽപ്പെട്ടതല്ല കഴിയും. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ ഒന്നും ഈ ലോകത്ത് നടക്കില്ല. പടച്ചവന്റെ ഉദ്ദേശം മാത്രമേ നടക്കുകയുള്ളൂ. ഇല്ലാ മാ ഷാ അല്ലാഹ്. എന്നിട്ട് പറയുന്നത് ആളുകളെ ശ്രദ്ധിക്കുക, ഞാനെങ്ങാനും നാളെ നടക്കുന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു, അദൃശ്യജ്ഞാനം എനിക്കെങ്ങാനും നമ്മൾ അറിയിച്ചു തന്നിരുന്നു, അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞിരുന്നു, ധാരാളം നന്മ ഞാൻ ചെയ്യുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ കൽപ്പിക്കുക, ധാരാളം നന്മ ഞാൻ ചെയ്യുമായിരുന്നു, അദൃശ്യകാര്യം അറിയാൻ കഴിയുമായിരുന്നു. നമ്മൾ പാടുന്ന ബൈത്തിൽ എന്താ പറയുക? ഔലിയാക്കൾക്ക് ഉബിയകത്തുള്ള വസ്തുവിലെ പോലെ
കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ അസ്തഗ്ഫിറുല്ലാഹ്. ആ പാടിക്കഴിഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് എത്ര വട്ടം പറഞ്ഞാലും പറ്റത്തില്ല. കാരണം ശിർക്കാണ് ആ പാട്ട്, വമ്പൻ ശിർക്ക്. പടച്ചവന് മാത്രമേ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എന്താണെന്ന് അറിയാൻ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ ഔലിയാക്കൾക്ക് ഉപയോഗിച്ചു വെച്ചിരിക്കുക. അള്ളാന്റെ ഏറ്റവും വലിയ ഔലിയ നിഷേധിക്കാവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുന്നു, ഞാനെങ്ങാനും ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നെ ഒരാപത്തും ബാധിക്കില്ലായിരുന്നു. ഒരാപത്തും എനിക്കെതിരെ എവിടെയൊക്കെ ശത്രുക്കൾ തിരിയുന്നുണ്ടെന്നുള്ള അറിവ് എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരു ആപത്തും എന്നെ ബാധിക്കില്ലായിരുന്നു. ഞാൻ വെറും നദീറാണ്, മുന്നറിയിപ്പുകാരനാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്. വിശ്വാസികളായ ജനങ്ങൾ. ഇതുപോലെ സൂറത്ത് യൂനുസിലും അല്ലാഹു ഈ ആയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. യൂനുസ് സൂറത്തിലെ 49ാമത്തെ ആയത്തിൽ, അഅറാഫ് സൂറത്തിലെ 188ാമത്തെ ആയത്ത്. അപ്പോൾ മാഷാ അല്ലാഹി ഇൻഷാ അല്ലാഹി ദയവ് ചെയ്ത് പറഞ്ഞു പോകാൻ പാടില്ല. എന്ത് കാര്യം, എന്ത് നല്ല കാര്യങ്ങൾ, എന്ത് വലിയ സന്തോഷ വാർത്ത കിട്ടിയാലും മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വയറ് നിറച്ചങ്ങോട്ട് പറഞ്ഞു, മനസ്സ് തുറന്ന് പറഞ്ഞു മാഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും നാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ, വൈകുന്നേരം ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞു? ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഇത് രണ്ടും മറക്കല്ലേ. എന്താ നിനക്ക് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൂടായിരുന്നു? എന്താ നിനക്ക് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമാണല്ലോ അള്ളാഹു നമ്മളോട്. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഈ സംഭവം മനസ്സിൽ കിടക്കട്ടെ. വയനാടുകാരെ നിൽക്കാനും കാണിച്ചത് കൊണ്ടല്ല, ഇതൊക്കെ ലോകത്തിന് പാഠമായി കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്നതാണ് മനസ്സിലാക്കുക. അതിന്റെ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് അൽ കഹ്ഫ് സൂറത്തിലൂടെ നിങ്ങൾക്ക് വിവരിച്ചത്. അള്ളാഹു ആ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾ സമ്പത്തും ആടുമാടുകളും ഭവനവും അതുപോലെ തന്നെ കൃഷിയിടവും അവരുടെ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായ ഭവനം നൽകിയും കൃഷിയിടം നൽകിയും കന്നുകാലികളെയും നൽകിയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മരിച്ചുപോയ മക്കൾക്ക് പകരം ഉത്തമരായ മക്കളെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയ മനുഷ്യർക്ക് പകരം നല്ല ആരോഗ്യവാന്മാരായ മുഅ്മിനീങ്ങളായ നല്ല നല്ല പ്രതികളെ അള്ളാഹു ഈ സമൂഹത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇതുപോലുള്ള എല്ലാവിധ ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ, ഞങ്ങൾ അറിയാതെ മരണപ്പെട്ടു പോയ ആ ബഷീർ സാഹിബ്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഈ ഓർത്തു കൊടുക്കുകയാണ് റഹ്മാനെ. അദ്ദേഹത്തെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ധാരാളം രോഗികളുണ്ട് പഠിച്ചതും പലവിധ അസുഖങ്ങളാൽ വിഷമിക്കുന്നവരും. അവരുടെ അസുഖങ്ങൾക്കെല്ലാം നീ സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനെ. പഠിച്ചവനെ ഒന്നിച്ച ചികിത്സാ ചെലവ് വരുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.